അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഓർക്കിഡ് ചെടികളൊക്കെ ആണെങ്കിൽ ലീഫുകളും ഇതുപോലെ ഒച്ചുകൾ തിന്ന് നശിപ്പിക്കാറുണ്ട്. ആയിട്ട് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഹായ്, ഞാൻ രാജി. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. വലിയ വില കൊടുത്ത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വാങ്ങി അതിൻ്റെ പുതിയ ലീഫ് വരുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ഓർക്കിഡ് പോലുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ അതിൽ പുതിയ ബഡ്ഡുകളൊക്കെ വരുമ്പോഴുള്ള അവസ്ഥ ഇതുമാണ്. ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെ നമ്മൾ എന്താ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന ഒച്ചുകളെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഓർക്കിഡ് ചെടികളൊക്കെ ആണെങ്കിൽ സാധാരണ ഏത് ചെടികളിലായാലും സാധാരണ രാത്രിയിലാണ് ഒച്ചുകൾ ചെടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒച്ചുകളെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ചെടിയിൽ വെച്ച് ഉപ്പിട്ട് കൊടുക്കരുത്, ചെടി നശിച്ചു പോകും. ചെടിയിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളുടെ ലീഫുകളും ഇതുപോലെ ഒച്ചുകൾ തിന്ന് നശിപ്പിക്കാറുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മുട്ടയുടെ തോടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുക. നമ്മളല്ലാതെ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കൈയിട്ട് തന്നെ ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒച്ച ഒരു ചട്ടിയിൽ കയറില്ല. ഒച്ച എപ്പോഴും നിരപ്പായിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളിൽ മാത്രമേ കയറാറുള്ളൂ. അഥവാ ഇനിയിപ്പോൾ ഒരു ചട്ടിയിൽ കയറിയാൽ തന്നെ എന്തായാലും അതിൻ്റെ ഇലയൊന്നും നശിപ്പിക്കാനായിട്ട് അതിനെന്തായാലും പറ്റില്ല. അതുപോലെ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ ഇലകളും ഇതുപോലെ ഒച്ചിരുന്ന് നശിപ്പിക്കാറുണ്ട്. എന്നാൽ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമ്മൾ മുട്ടത്തോട് നേരിട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നേരിട്ട് നമുക്കിതുപോലെ ചട്ടിയിൽ പൊടിച്ച് മുട്ടത്തോടുകൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കടഭാഗം പെട്ടെന്ന് അഴുകിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ നേരിട്ട് ഫെർട്ടിലൈസർ എന്തെങ്കിലും ഈ ഒരു ഓർക്കിഡ് ചെടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഒച്ചിനെ തുരത്താൻ പറ്റുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊരു 5-6 മണിക്കൂറെങ്കിലും വെച്ചേക്കുക. അതിലേക്ക് നമ്മുടെ സോഡാപ്പൊടി, 1 സ്പൂൺ സോഡാപ്പൊടി ചേർക്കുക. അതിലേക്ക് എന്തെങ്കിലും ഒരു എണ്ണ കൂടി ചേർക്കുക. നമ്മൾ സാധാ കോക്കനട്ട് ഓയിൽ മതി. അതുകൂടി ചേർത്തിട്ട് 1 സ്പൂൺ ചേർക്കുക. അതിനകത്ത് ഈ ഒരു സോപ്പ് ഓയിൽ കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പോട്ടി മിക്സിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പോട്ടി മിക്സിലൊക്കെ ഈ ഒരു ഒച്ച് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചെടിയിലും പോട്ടിലുമൊക്കെ ഫുള്ളായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പ്രേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സന്ധ്യാസമയങ്ങളിലാണ് കൂടുതലായിട്ട് ചെടികളിൽ ഒരു ഒച്ചിൻ്റെ ശല്യം കൂടാറുള്ളത്. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു രൂക്ഷഗന്ധം ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളെ ചെടികളെ നശിപ്പിക്കാൻ ഒച്ച് വരില്ല. ഇത് 2 ദിവസത്തിലിടവിട്ടൊക്കെ നമ്മുടെ ചെടികൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ കൊണ്ട് ഒച്ചിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് യാതൊരു സാധനങ്ങളും വാങ്ങിയിട്ടില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.